ഷെറിൻജി, ഈ കെ.ആർ. മീരയ്ക്ക് എന്തെങ്കിലും സ്ഥാനമാനമോ അല്ലെങ്കിൽ അവാർഡോ മറ്റോ തരപ്പെട്ട് കിട്ടാനുണ്ടോ? ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ സാംസ്കാരിക നായരുടെ അതെ അവരുടെ ഇടപെടൽ, എന്റെ ഒറ്റ ചോദ്യം ഇതേ ഉള്ളൂ, അതിനെല്ലാം ഇതിൽ വരും. എനിക്ക് തോന്നുന്നത് ഈ വലിയ താരനിരകളൊന്നും ഇല്ലാതിരുന്ന ദേശാടനം സിനിമ റിലീസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സംവിധായകൻ ജയരാജ് വലിയൊരു പരസ്യതന്ത്രം ഉപയോഗിച്ചിരുന്നു. അദ്ദേഹം അത് ചെയ്തത് ഈ മലയാളത്തിലെ പ്രമുഖ താരങ്ങളുടെയൊക്കെ പടം വെച്ചിട്ട് ഞാൻ ഈ സിനിമയിലില്ല, ഉണ്ടായിരുന്നെങ്കിൽ എന്നാശിച്ചു പോയി എന്നുള്ളതായിരുന്നു ആ പരസ്യതന്ത്രം. അതുപോലെയാണ് എനിക്ക് നിലമ്പൂരിൽ വോട്ടില്ലാതായിപ്പോയി, ഉണ്ടായിരുന്നെങ്കിൽ സ്വരാജിന് ഞാൻ വോട്ട് ചെയ്തേനെ എന്നുള്ള ഇവരുടെ ഒരു FBയിൽ ഇങ്ങനെ എല്ലാവരും ഈ സാംസ്കാരിക നായകരിലൊരു വിഭാഗം ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുക. ഇത് യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, കേരളത്തിലെ CPM സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇടത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അതിനൊരു ഇടത് സ്വഭാവമല്ല, ഒരു ക്യാപിറ്റലിസ്റ്റ് സ്വഭാവമാണ് ഇപ്പോൾ. തീർച്ചയായിട്ടും അതുകൊണ്ടാണല്ലോ ഭൂസമരവും ഒത്തുതീർപ്പാവില്ല, ആശാസമരവും ഒത്തുതീർപ്പാവില്ല. 20 വർഷമായി. തീർച്ചയായിട്ടും അത് എങ്ങനെയാണെന്നുള്ളതൊക്കെ നമുക്കറിയാലോ. ഈ ക്യാപിറ്റലിസ്റ്റ് സ്വഭാവത്തിൽ പോകുന്ന ഇവരെ സംബന്ധിച്ചിടത്തോളം അതിന് ഒരിടത് സ്വഭാവമുണ്ടെന്ന് പ്രതീതി വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് സത്യത്തിൽ ഈ സാംസ്കാരിക നായകർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഇപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം, ഇപ്പോൾ സാംസ്കാരിക നായകർ പറഞ്ഞതുകൊണ്ട് കേരളത്തിൽ ആരെങ്കിലും വോട്ട് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഏറ്റവും വലിയ കവിയായിരുന്ന ONV കുറുപ്പ് സാറ് മത്സരിച്ചിട്ട് ജയിച്ചിട്ടില്ല. വളരെ അനുഗ്രഹീത കലാകാരനായ നടൻ മുരളി ആലപ്പുഴയിൽ VM സുധീറിൻ്റെ മുമ്പിൽ പരാജയപ്പെട്ടു പോയിട്ടുണ്ട്. അതിനൊരു അപവാദം എറണാകുളത്ത് സാനുവാഷ് ജയിച്ചതാണ്. പക്ഷേ സാനുവാഷ് ജയിക്കുന്നതിനൊരു കാരണമുണ്ട്. അന്ന് കോൺഗ്രസിൻ്റെ റിബലായിരുന്ന എവറസ്റ്റ് ചമ്മണി 10,000 വോട്ട് പിടിച്ചതുകൊണ്ട് മാത്രമാണ് സാനുവാഷ് ജയിച്ചത്. അതിവിടുത്തെ പടംവലി. അതെ. അപ്പോൾ ഇനി ഇതിനകത്ത് ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെയൊക്കെ ആകുമ്പോഴും ഒരു വിജയൻ മാഷിനെ പോലെ ഒരാൾ, MN വിജയൻ മാഷിനെ പോലെ ഒരാൾ, വിജയൻ മാഷിനെ പോലെ കേരളത്തിൽ വലിയ സാംസ്കാരിക ഇടപെടൽ നടത്തിയിട്ടുള്ളൊരു അധ്യാപകനും എഴുത്തുകാരനും മറ്റൊരാളില്ല. KT ജയകൃഷ്ണൻ മാസ്റ്റർ എന്ന് പറയുന്ന യുവമോർച്ചയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റിനെ അദ്ദേഹം പഠിപ്പിച്ചുകൊണ്ടിരുന്ന ക്ലാസ് മുറിയിൽ കൊച്ചു കുഞ്ഞുങ്ങളുടെ മുമ്പിലിട്ട് വെട്ടിക്കൊലപ്പെടുത്തി TP ചന്ദ്രശേഖരൻ കൊലപാതകത്തിന് മുമ്പ് CPM വലിയ പ്രതിസന്ധിയിലായ ഘട്ടത്തിൽ 1996 മറ്റാണ്. അപ്പോൾ ആ ക്രൂരമായ കൊലപാതകം ആ പിഞ്ചു കുഞ്ഞുങ്ങൾ കണ്ട് ആ കുഞ്ഞുങ്ങൾ വലിയ ട്രോമയിലായ ഒരു ഘട്ടത്തിൽ പോലും CPM ഒരു തരത്തിലും അതിനൊരു നീതീകരണം കൊടുക്കാൻ ഇന്നും കഴിഞ്ഞിട്ടില്ല. നീതീകരണം കൊടുക്കാൻ കഴിയാതിരുന്ന ഘട്ടത്തിൽ പോലും വർഗവഞ്ചകൻ ക്ലാസ് മുറിക്കുള്ളിലെങ്കിൽ അയാളെ അവിടെ തന്നെ നേരിടണം എന്ന് പറഞ്ഞ് അതിനെ ന്യായീകരിക്കാൻ തയ്യാറായ ആളായിരുന്നു ഒരു കാലത്തെ MN വിജയൻ മാഷ്. ആ വിജയൻ മാഷാണ് പിന്നീട് തൃശ്ശൂർ പ്രസ് ക്ലബിൽ ഒരു പത്രസമ്മേളനത്തിനിടെ കുഴഞ്ഞു വീണ് മരിക്കുന്നത് വരെയുള്ള ഘട്ടം CPMനെതിരെ കലാപക്കൊടി ഉയർത്തി CPMനെതിരെ അതിശക്തമായി പോരടിച്ച് ജീവിച്ച് മരിച്ചത്. അത്രയൊന്നും എത്തില്ലല്ലോ ഒരു KR മീരയും അശോകൻ ചെരുവിലൊന്നും. ഞാൻ ഇടയ്ക്കൊന്ന് ചോദിച്ചോട്ടെ, ഈ KR മീരയുടെ കാര്യം നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ പറയാതെ പോയൊരു കാര്യം തുടക്കത്തിൽ, അതിനിടയ്ക്ക് ഞാനൊന്ന് ഇൻ്റർഫിയർ ചെയ്തുകൊണ്ടാണ് അത് പുറത്തു വരാതെ പോയത്, ക്ഷമിക്കുക. അതായത് ഈ ആശാവർക്കർമാരുടെ സമരം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. 100 ദിവസം കഴിഞ്ഞു അല്ലേ? 130 ദിവസങ്ങൾ കഴിഞ്ഞു. ജനകീയ പ്രശ്നങ്ങൾ ഇവിടെ നിരവധിയുണ്ട്. അന്നൊക്കെ എവിടെ പോയി KR മീരയും ഇവിടുത്തെ സാഹിത്യ പ്രവർത്തകർ? അതുകൊണ്ടല്ലേ സച്ചിദാനന്ദൻ മാഷിനോട് വളരെ കൃത്യമായി ജോയ് മാത്യു ഒരു ചോദ്യം ചോദിക്കുന്നത്. അതായത് കേരളത്തിൽ ഇടതു സ്വഭാവം പുലർത്തുന്ന ആരെങ്കിലും ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ പഴയകാല നക്സലൈറ്റുകൾ മാത്രമേ ഉള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത് അജിത മുതൽ ചിലപ്പോൾ നിങ്ങളെ തൂക്കിയെടുത്തോണ്ട് പോകും. അല്ല, അവർ മാത്രമേ ഉള്ളൂ. അല്ലാതെ കേരളത്തിലെ CPM എന്നൊക്കെ പറയുന്നത് അഭിനവ ഇടതുപക്ഷമാണ്. ജോയ് മാത്യു സച്ചിദാനന്ദൻ മാഷിനോട് ചോദിക്കുന്ന ഒരു ചോദ്യം വളരെ പ്രസക്തമല്ലേ? അതായത് എനിക്ക് ആര്യാടൻ ഷൗക്കത്തുമായി വ്യക്തിബന്ധമുണ്ട്,
സ്വരാജുമായി ഞാൻ അങ്ങനെ നേരിട്ട് കണ്ടിട്ടൊന്നുമില്ല. പക്ഷേ എൻ്റെ രാഷ്ട്രീയം കൂടി ചേർത്ത് വെച്ച് സ്വരാജ് ജയിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് സച്ചിദാനന്ദ മാഷ് പറയുമ്പോൾ ജോയ് മാത്യു ചോദിക്കുന്നുണ്ട്, ഒരാൾ പുസ്തകം വായിക്കുന്നു എന്നുള്ളത് കൊണ്ട് എന്ത് കാര്യം? അയാൾ കേരളത്തിൽ ആശാവർക്കർമാരുടെ ഉൾപ്പെടെയുള്ള സമരത്തെ പുച്ഛത്തോടെ അവഗണിക്കുന്ന ഒരു രാജകീയ ഭരണത്തിൻ്റെ പ്രതിനിധിയായിട്ടാണ് നിലമ്പൂരിൽ മത്സരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ സച്ചിദാനന്ദ മാഷ് പറയുന്ന പോലെ പുസ്തകം വായിക്കുന്ന സ്വരാജ് അല്ല, പുസ്തകം വായിച്ച് ബോധ്യങ്ങളില്ലാത്ത സ്വരാജിനെ തള്ളിപ്പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറയുന്ന ജോയ് മാത്യുവിൻ്റെ മറുപടി വളരെ കൃത്യമായ മറുപടിയാണ്. ഇത്രയും ഇടതു സ്വഭാവം നഷ്ടപ്പെട്ടു പോയ ഒരു ഗവൺമെൻറ്റിനെ ഗ്ലോറിഫൈ ചെയ്യാൻ ശ്രമിക്കുന്ന, ഇവിടുത്തെ പാവപ്പെട്ട മനുഷ്യരുടെ ഭൂസമരത്തെയും ആശാവർക്കർമാരുടെ ജീവിത സമരങ്ങളെയും എല്ലാം നിഷേധിക്കുന്ന, സമരം ചെയ്യാനുള്ള അവകാശത്തെ പോലും റദ്ദ് ചെയ്യുന്ന ഒരു സർക്കാരിനെതിരെ നിരന്തരം പ്രതിപക്ഷ പ്രവർത്തനമാണ് എഴുത്തുകാർ നടത്തേണ്ടത് എന്നുള്ള കേവല ബോധ്യം പോലുമില്ലാതെ ഇവരിലൊരു വിഭാഗം നടത്തുന്ന, ഇപ്പോൾ PF മാത്യൂസിനെ പോലെ, കൽപ്പറ്റ നാരായണ മാഷിനെ പോലെ ഒത്തിരി ആളുകൾ മറുവശത്ത് ശക്തമായി നിൽക്കുന്നുണ്ട്. പക്ഷെ അവിടെയും എൻ്റെ സംശയം, PF മാത്യൂസും കൽപ്പറ്റ നാരായണൻ കവിയാണ്, PF മാത്യൂസ് നോവലിസ്റ്റ്, കഥാകൃത്താണ്. ഇവരുടെയൊക്കെ രാഷ്ട്രീയം തന്നെയല്ലേ ശരിക്കും ഇവർ സംസാരിക്കുന്നത്? ഇപ്പോൾ എഴുത്തുകാരെല്ലാവരും കമ്മ്യൂണിസ്റ്റുകാരാവണമെന്നില്ല. ഇപ്പോൾ എഴുത്തിൻ്റെ പാതയിൽ അത്രയൊന്നും സഞ്ചരിച്ചില്ലെങ്കിലും വളരെ കുറച്ച് ഞാനും ഒക്കെ വായിക്കുന്നത് കൂടുതൽ, എഴുതുന്നത് കുറച്ചുള്ളൊരു വ്യക്തിയും കൂടാണ് ഞാൻ. അപ്പോൾ എഴുത്തുകാരെല്ലാവരും രാഷ്ട്രീയ മനസ്സിലുള്ളവരാണ്. ഇപ്പോൾ എനിക്കുമുണ്ട് വ്യക്തമായ രാഷ്ട്രീയം. പക്ഷേ നിങ്ങൾ കരുതുന്നത് പോലെ കൽപ്പറ്റ നാരായണനും PF മാത്യൂസും ഒരിക്കലും ഇതിൻ്റെ നന്മവശം കണ്ടുകൊണ്ടാണ് സംസാരിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല. അവരുടെ രാഷ്ട്രീയമാണ് അവർ സംസാരിക്കുന്നത്. അങ്ങനെയല്ല. യഥാർത്ഥത്തിൽ ഒരു വിഷയത്തിലുള്ള പ്രതികരണം മുന്നോട്ട് വരുമ്പോൾ അതിൻ്റെ ചില പൊതുശരികളുണ്ട്. അത് ഞാൻ സമ്മതിക്കാം. ആ പൊതുശരികളുടെ അടിസ്ഥാനത്തിൽ ആ പൊതുശരികളിൽ അവരൊരു കൃത്യമായ ഒരു നിഷ്പക്ഷത എന്ന തെറ്റുപോലും ചെയ്യാതെ അവരൊരു ശരിപക്ഷം എടുക്കുന്നുണ്ട്. ഇഷ്യൂ ബേസ്ഡായി ഒരു വിഷയത്തിൽ ഒരു ചർച്ച ഉയർന്നു വരുമ്പോൾ അവിടെ ഇത്തരം പ്രതീതികൾ സൃഷ്ടിക്കാൻ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വസ്തുതകളോട് നീതി പുലർത്താതെ ചില പ്രതീതികൾ സൃഷ്ടിക്കാൻ ഈ ആളുകൾ ഒരു വലിയ നിരയായി നിന്ന് ശ്രമിക്കുമ്പോൾ അതിൽ അവാർഡുകളുണ്ട്, അവാർഡ് നിർണയ സമിതികളുണ്ട്, പാഠപുസ്തക സമിതികളുണ്ട്, സാംസ്കാരിക വേദികളുണ്ട്. അങ്ങനെ ഇവരെ ആകർഷിക്കുന്ന ഒത്തിരി ഘടകങ്ങളുണ്ട്. അതിൻ്റെ ഒക്കെ പച്ച തേടി ഇവരൊരു പക്ഷത്തിങ്ങനെ അണിനിരക്കുമ്പോൾ, അവരുടെ സുരക്ഷിതത്വം നോക്കി അവരൊരു വശത്തിങ്ങനെ അണിനിരക്കുമ്പോൾ മറുവശത്ത് പറയാൻ ആളുണ്ട് എന്നുള്ളതെങ്കിലും കേരളത്തിനൊരു പ്രതീക്ഷ നൽകുന്ന സംഗതിയാണ്. അല്ല, തീർച്ചയായിട്ടും നിങ്ങൾ ആ പറയുന്ന ശരിപക്ഷം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ജോസ് തോമസും ഈ ബാക്കിയുള്ളവരും ഒക്കെ തന്നെ സംസാരിക്കുമ്പോൾ അവരുടെ രാഷ്ട്രീയം, ഇപ്പോൾ PF മാത്യൂസിൻ്റെ രാഷ്ട്രീയം എനിക്കറിയാം, കൽപ്പറ്റ നാരായണൻ്റെ രാഷ്ട്രീയവും എനിക്കറിയാം. അപ്പോൾ അതൊക്കെ കൊണ്ട് അവർ പറയുന്നതാണ്. പക്ഷേ അവിടെയും നമുക്ക് പറയാനുള്ളത്, നിങ്ങൾ പറഞ്ഞ ആ പോയിന്റിനോട് ഞാൻ യോജിക്കുന്നു. ശരിപക്ഷം ഏതാണ് കറക്റ്റ് ശരിപക്ഷം? ഇപ്പോൾ KR മീര ഇത്രയും നാൾ എവിടെ പോയിരുന്നു? ആശാവർക്കർമാരെ സമരം ഇവിടെ നടക്കുന്നുണ്ട്. അല്ലാതെ തന്നെ കേരളത്തെ പിടിച്ചുലച്ച നിരവധി, തീർച്ചയും മൂർച്ചയുമുള്ള വാക്കുകളോടെ ഞങ്ങളിതാ ഒരാളെ ഇവിടെ അവതരിപ്പിക്കുന്നു എന്ന് ഈ സാംസ്കാരിക നായകരിൽ ഒരു വിഭാഗവും CPM പറയുന്ന M സ്വരാജ് എവിടെയാണ്? അല്ല, M സ്വരാജ് എവിടെ പോയാണ്? M സ്വരാജ് എവിടെയാണ്? തീർച്ചയായിട്ടും ആശാവർക്കർമാരെ സമരം നടക്കുമ്പോൾ ഇത്തരത്തിൽ സംസാരിക്കേണ്ട M സ്വരാജ് എവിടെ പോയി? M സ്വരാജ് എവിടെയാണ്? ഏതായാലും ഇങ്ങനെ ഷെറിൻ പറഞ്ഞ പോലെ ഇത്തരത്തിൽ രണ്ട് പക്ഷത്തും ഈ രണ്ട് പക്ഷത്തിലും ഏറ്റവും മേന്മയേറിയ ശരിപക്ഷം ഏതാണോ അതിനൊപ്പം സാഹിത്യ നായകന്മാർ നിൽക്കുമ്പോൾ, പിന്നെ ഒരു കാര്യം കൂടി എനിക്കിതിൽ ചോദിക്കാനുണ്ട്. അശോകൻ ചരുവിൽ എന്നൊരു കഥാകാരനുണ്ട്. അദ്ദേഹം വളരെ പ്രശസ്തം, വളരെ മനോഹരമായ കഥകൾ എഴുതിയിട്ടുള്ളതാണ്. പിന്നെ ഈ പറയുന്ന KR മീരയോ PF മാത്യൂസോ കൽപ്പറ്റ നാരായണനോ മാത്രമല്ല മലയാള സാഹിത്യത്തിലുള്ളത്, അല്ലേ? പ്രഭാവർമ്മ എന്ന് പറഞ്ഞൊരു കവി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തൊട്ടടുത്ത് അദ്ദേഹത്തിന്റെ പ്രസംഗം എഴുതാനിരിപ്പുണ്ട്. ഏഴാച്ചാരി രാമേന്ദ്രൻ എന്ന് പറഞ്ഞൊരു മറ്റൊരു കവിയുണ്ട്, ഇല്ലേ? ONV കുറുപ്പിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞു. ഇങ്ങനെ ഇടതുപക്ഷ ചായ്വുള്ള എഴുത്തുകാരനായാൽ ഇടതുപക്ഷക്കാരനാവണമെന്ന് ഒരിടത്തും എഴുതി വെച്ചിട്ടില്ല. ഒരു മാറ്റം ഇടതുപക്ഷത്തിലൂടെ സാധിക്കൂ എന്നുള്ളൊരു ആകർഷണമാണ് ഒരു ഘട്ടത്തിൽ ഈ എഴുത്തുകാരെയൊക്കെ CPM-നോടൊക്കെ ചേർന്ന് നിർത്തിയിട്ടുള്ളത്. എന്നാൽ ഇന്ന് ആ സംഗതി അല്ലല്ലോ. പ്യുവർ ക്യാപിറ്റലിസത്തിലൂടെ പോകുന്ന ഈ പറയുന്ന മുഖ്യമന്ത്രിക്ക് എന്ത് യോഗ്യതയാണ് ഇപ്പൊ പോയി നിന്ന് നിലമ്പൂർ ഇത്തരത്തിൽ സംസാരിക്കാൻ എന്ന് നമ്മൾ അറിയാതെ ചോദിച്ചു പോവുകയാണ്. ഒരു സംശയം അല്ലേ? അവിടെ സംസാരിക്കുന്ന വെറും സാധാരണക്കാരായ ആൾക്കാരുടെ അടുത്താണ്, അല്ലെ? അദ്ദേഹം ക്യാപിറ്റലിസത്തിന്റെ വക്താവാണ്. 101%. അതായത്
ഇന്നൊരു ശരാശരി CPM പ്രവർത്തകൻ്റെ കേരളത്തിലുള്ള ആത്മവിശ്വാസം എന്താണെന്ന് അയ്യപ്പദാസിന് അറിയോ? എത്ര ഗുരുതരമായ ആരോപണം ഉയർന്നാലും ഞങ്ങളുടെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ അതിൽ നിന്ന് എങ്ങനെയെങ്കിലും തടി തപ്പിക്കോളും എന്നുള്ളതാണ് ഇന്ന് കേരളത്തിലെ ഒരു ശരാശരി CPM പ്രവർത്തകൻ്റെ ആത്മവിശ്വാസം. എന്നാൽ എനിക്കൊരു തിരുത്തലുണ്ട്. ശരാശരി CPM കാരന് സഖാവ് പിണറായി വിജയൻ എന്ന് പറയാനുള്ളത് നിങ്ങൾ തിരുത്തണം. അദ്ദേഹം ഇപ്പോൾ സഖാവല്ല. അദ്ദേഹത്തെ സാഹെന്നോ മുതലാളിയെന്നോ ഒക്കെ വിളിക്കാം. അതിൽ ഒരു മലയാളത്തിലൊരു പ്രമുഖ മാധ്യമ പ്രവർത്തകൻ്റെ പ്രയോഗം കടമെടുത്താൽ കേരളം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു തൈക്കണ്ടിയിൽ കിങ്ഡമാണ്. തീർച്ചയായിട്ടും.